മാഷ് മരിച്ചതിൻ്റെ അന്ന് രാവിലെ എൻ്റെ നിന്ന് കുറച്ച് കാശ് വാങ്ങിയായിരുന്നു. ഒരു 18 ലക്ഷം രൂപ. വസ്തു വിറ്റ കാശായിരുന്നു. 18 ലക്ഷം രൂപയോ? എന്തിനു? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. പ്രമാണം തിരിച്ചെടുത്ത് വസ്തു വിറ്റിട്ട് കാശ് തരാമെന്നാ പറഞ്ഞ്. ആണോ? ഞാൻ അച്ഛൻ്റെ അലമാരയിലുണ്ടോ നോക്കട്ടെ. സ്പീഡ് പേടിയുണ്ടോ? ഞാനേക്ക് 35 പോവും. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത്? പുത്തൻ പെണ്ണും ചെറുക്കനും എങ്ങോട്ടാ? വീട്ടിലേക്കാ. ബർത്ത്ഡേ ഇങ്ങ് എത്തിയല്ലോ മോളെ. ആരുടെ? അനുമോളുടെ ആണോ? വരുന്ന 5-ാം തീയതി. അനുമോള് ജനിച്ച നാളോടെ ഇവിടുന്ന് കേക്ക് വാങ്ങിടുന്നേ. അതുകൊണ്ട് ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ വിജയനെ കാണാപ്പാടോ. വിജയേട്ടന്റെ കേക്ക് സൂപ്പറാണ് കേട്ടോ. ഇത്തവണ ബർത്ത്ഡേ നമ്മൾ പൊളിക്കും. എല്ലാ മാസം കുറിപ്പിട്ട പെൻഷൻ കിട്ടി കഴിയുമ്പേ ഇങ്ങോട്ടൊരു വരവാ. പിന്നെ കുറെ ചോക്ലേറ്റും ഒരു ടിൻ ഗുലാബ് ജാമും. ഗുലാബ് ജാമോ? അതാർക്കാ? അതമ്മയ്ക്ക്. ആണോ? എന്നാ ഞങ്ങൾക്ക് ഒരു ഗുലാബ് ജാമുൻ. അത് അച്ഛൻ വാങ്ങിക്കോളൂ. ഇല്ല, നമ്മുടെ വക പറഞ്ഞു ഇരിക്കട്ടെ. ചേട്ടനെ കർമ്മമൊക്കെ ചെയ്ത് നാളെ കണ്ടു. വാഗുറപ്പെട്ട കയറിയിരിക്കും. വേണ്ട, നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനുവും ഗിരീഷും എത്തിയോ? എത്തി. ഉടനെ അങ്ങോട്ട് ചെല്ലണം. മാഷ് മരിച്ചോടനെ വന്ന് ഇങ്ങനൊരു കാര്യം പറയാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് 2 ദിവസം വെയിറ്റ് ചെയ്തത്. എന്ത് കാര്യം കുറിപ്പെട്ട? മാഷ് മരിച്ചതിൻ്റെ അന്ന് രാവിലെ എൻ്റെ നിന്ന് കുറച്ച് കാശ് വാങ്ങിയായിരുന്നു. ഒരു 18 ലക്ഷം രൂപ. വസ്തു വിറ്റ കാശായിരുന്നു. 18 ലക്ഷം രൂപയോ? എന്തിനു? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. പ്രമാണം തിരിച്ചെടുത്ത് വസ്തു വിറ്റിട്ട് കാശ് തരാമെന്നാ പറഞ്ഞ്. ആണോ? ഞാൻ അച്ഛൻ്റെ അലമാരയിലുണ്ടോ നോക്കട്ടെ. ഉണ്ടല്ലോ അല്ലേ? അലമാരയിലൊന്നും കണ്ടില്ല. ആകെ എന്തോ ഒരു 3000 രൂപ ഉള്ളൂ. അമ്മയ്ക്കൊന്നും അറിയില്ല, ഞാൻ ചോദിച്ചു. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. ഇപ്പൊ ഞങ്ങൾ വന്നത് നിങ്ങളെ രണ്ടുപേരെയും വിരുന്നിന് ക്ഷണിക്കാനാ. അടുത്ത ഞായറാഴ്ച അവിടെ. ഞങ്ങൾ വരാം. വാ കഴിക്കാം. ഇവിടെ ഇരിക്കും. വേണ്ട, പിന്നെ കഴിച്ചോളാം. നിങ്ങൾ കഴിക്കും. അല്ലയാ, നമുക്ക് ആ തുണിക്കട തുടങ്ങണ്ടേ? ഇപ്പോഴാകുമ്പോൾ അളിയന്റെ കാശുണ്ടല്ലോ. തുടങ്ങാം. അതൊക്കെ വെള്ളം അടിച്ച് എപ്പോഴേ തീർന്നിട്ടുണ്ടാവും. പോരാത്തതിന് ഷാപ്പില് കല്യാണ ആഘോഷം. ചുമ്മാ ആവശ്യമില്ലാത്ത പറയാ. അളിയൻ അതൊക്കെ എപ്പിടി ഇട്ടാക്കുക അല്ലേ അളിയ? കള്ളുകൂടി തുടങ്ങിയ പിന്നെ നാക്കെടുത്ത കള്ളമേ പറയൂ. നശിപ്പിക്കല് മാത്രം. അച്ഛൻ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ. അല്ല, എന്റെ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ്. അത് നോക്കാം. വിശപ്പായില്ലെന്ന് തോന്നുന്നല്ലേ? നന്നായിട്ടുണ്ട്.